പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം, ജീവനോടെ, ശക്തിയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ നമ്മളെ പരിപാലിച്ച് ഈ പുത്തൻ പ്രഭാതം പുതിയ ശക്തിയോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ നമുക്ക് ദാനമായി തന്ന കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ശക്തിയും ബലവും ധരിപ്പിച്ച് ഈ ദിവസവും ജീവിക്കാൻ ആവശ്യമാകുന്ന ജീവന് ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നൽകി തന്ന് നമ്മളെ മുന്നോട്ട് നടത്തുന്ന കർത്താവിനോട് എല്ലാ കൃപയ്ക്കുമായി ദൈവത്തിൻ്റെ ആ സ്നേഹത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനധ്യാനത്തിനായി റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ദൈവത്തിൻ്റെ ഒരു മുന്നറിവ്. ആ വാക്ക് റോമാലേഖനം 8-ാമത്തെ അധ്യായം ഒരു മഹത്തായ വചനമാണ്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടിയിരിക്കുന്നതും പുനരുത്ഥാനം ചെയ്ത് യേശു കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതും സൃഷ്ടി പോലും ദൈവത്തിൻ്റെ വെളിപ്പാടിനായി അതേ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതും ഇങ്ങനെ മനുഷ്യന് ദൈവം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എല്ലാ ബന്ധങ്ങളും പ്രകൃതിയുമായിട്ടും കാണിച്ചിട്ട് എന്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുകൾക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്നാരംഭിച്ച് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അതിൻ്റെ നിത്യത വരെയുള്ള കാര്യങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നതാണ് 8-ാമത്തെ അധ്യായം. അപ്പോൾ തന്നെ അതിനകത്തൊരു ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായൊരു വാക്യമാണ് നാം ഇന്ന് വായിച്ചത്. ഈ വാക്യത്തിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ വാക്യം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു അർത്ഥമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ഒന്നാമത്തെ വാക്ക് ചിന്തിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധകാഹളം മുഴങ്ങുകയും യുദ്ധത്തിൻ്റേതായ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ഇന്ന് കുവൈറ്റിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, അവിടെ വാട്ടർ പ്ലാന്റ് എന്തൊക്കെയോ കേടുപാടുകൾ സംഭവിച്ച് വെള്ളത്തിൻ്റെ ദൗർലഭ്യതയൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന സൗണ്ടുണ്ട്, സൈറനുണ്ട്, വാണിംഗ് സൗണ്ടുണ്ട്, മിസൈൽ വരുന്നതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം നടുക്ക് ഇനി മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ, ഡൽഹിയിലാണെങ്കിൽ പാറ്റാക്കൂട്ടം, ക്രോക്രോച്ചസ് എന്ന് പറഞ്ഞ CJP സംഘടനയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മപ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാർട്ട് ചെയ്ത ആ സമരം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക. അവിടെ എങ്ങും അരക്ഷിതാവസ്ഥയാണ്. ഇന്നൊരു മന്ത്രി പറഞ്ഞ ഡൽഹിയിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന പോലെ കാലഘട്ടമാണ്. ഇതിവിടെ മാത്രമല്ല, യമനിലോ ജോർദാനിലോ ഇസ്രയേലിലോ അമേരിക്കയിലോ എല്ലാ സ്ഥലത്തും അസമാധാനത്തിൻ്റെ അസന്തുഷ്ടിയുടെയും ആയ കാര്യങ്ങളാണ് കളിയാടുന്നത്. അപ്പോൾ ഈ താമസിക്കുന്ന ജനങ്ങൾക്ക് എവിടെയായാലും ഇവിടെ സ്വാതന്ത്ര്യം വരുന്ന അങ്ങോട്ട് മാറാം, അവിടെ ഇല്ലാന്ന ഇങ്ങോട്ട് മാറാം, എവിടെയായാലും ഈ അസ്വാതന്ത്ര്യമുണ്ട്, അസ്വാരസ്യങ്ങളുണ്ട്. അതിനിടയ്ക്കാണ് ഈ വചനത്തിന് ഒരുപാട് പ്രാധാന്യമുള്ളത്. ഈ വചനം നമ്മളോട് നമ്മൾ മാത്രമായിട്ട് ഈ വചനം അടർത്തിയെടുത്തിട്ട് നമുക്ക് വേണ്ടി മാത്രം ഒന്ന് ചിന്തിച്ചേ. അപ്പോൾ ഒത്തിരി പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ നടക്കുക, യോബിനെ പോലുള്ള പ്രതിസന്ധികളാണ്. അതിനിടയിൽ ഒരു വചനം നമ്മളോട് പറയുക, എന്നാ കുഞ്ഞെ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നീ ദൈവത്തിൽ വിശ്വസിക്കുകയും, ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെറുതെ സ്നേഹിക്കുകയല്ല, ദൈവത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക എന്നതിൻ്റെ അർത്ഥം. ദൈവത്തെ സ്നേഹിച്ച് ആശ്രയിക്കുക എന്നുള്ളത് ഒരു 4 വയസ്സുള്ള കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു 2 വയസ്സുള്ള പാല് കുടിക്കുന്ന കുഞ്ഞ് 1 വയസ്സുള്ള കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുന്നത് പോലെ, അമ്മയെ മാത്രം ആശ്രയിക്കുന്നത് പോലെ, 4-5 വയസ്സുള്ള കുഞ്ഞ് അപ്പനെ അമ്മയെ ആശ്രയിക്കുന്ന പോലെ, 10 വയസ്സുള്ള കുഞ്ഞിൻ്റെ ആശ്രയം അപ്പനെയും അമ്മയും മാത്രമായിരിക്കുന്ന പോലെ, അതുപോലൊരു ആശ്രയത്വം. അതാ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആ വാക്ക് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ മാത്രം ആശ്രയിക്കുക, ദൈവത്തെ മാത്രം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അടുത്തത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. ഇതിനൊരർത്ഥമുണ്ട്.
ഒരു ഒരു വീട്ടിൽ ഒരു 5-8 കുട്ടികൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം നിലവിളിക്കുക. ആ കളിയുടെ ഇടയ്ക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടായി, കുട്ടികളെല്ലാം നിലവിളിക്കുക. അപ്പോൾ അംഗൻവാടി ടീച്ചറാണെങ്കിൽ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പം ഒരു കുട്ടിയുടെ അമ്മ ഓടി വന്ന് ആ 8 കുട്ടികൾ കരയുന്നതിനിടയ്ക്ക് ഒറ്റ കുട്ടിയെ മാത്രം എടുത്തുകൊണ്ട് പോയി. അത് ഒരു സംശയം. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടോടെ നോക്കി നിൽക്കുക, അതെന്താ? ആ സ്ത്രീ ഓടി വന്നിട്ട് 8 കുട്ടികൾ ഒരുപോലെ കരയുക. അത് അവിടെ എന്താ ഉറുമ്പ് കയറുകയോ വെള്ളം ഒഴിക്കുകയോ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് 8 കുട്ടികൾ ഒരുപോലെ നിലവിളിക്കുക. ഒരുപോലെ അകത്ത് നിന്ന് 8 കുട്ടികളുടെ നിലവിളിക്കകത്ത് നിന്ന് ഒരു ഒറ്റ കുട്ടിയെ മാത്രം എടുത്തുകൊണ്ട് പോയ ഒറ്റ സംശയമില്ലാതെ പറയാം, അത് ആ കുട്ടിയുടെ അമ്മയാണ്. ആ കുട്ടി ആ എടുത്തുകൊണ്ട് പോയ സ്ത്രീ ആ കുഞ്ഞിൻ്റെ അമ്മയാണ്, സംശയമില്ല കാര്യത്തിൽ. അതങ്ങനെയേ ചെയ്യുള്ളൂ. കണ്ടത് നിൽക്കുന്നവർക്ക് എന്ത് തോന്നിയാലും എങ്ങനെയൊക്കെ വിചാരിച്ചാൽ അങ്ങനെയേ ചെയ്യുള്ളൂ. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ കുഞ്ഞും അമ്മയുമായിട്ടൊരു വൈകാരിക ബന്ധമുണ്ട്. അപ്പോൾ ആ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അടുത്ത വാക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. 8 പേര് കരയുന്നതിൽ ഒന്നിനെ മാത്രം എടുക്കുന്നത് നിർണയിക്കപ്പെട്ടതാ. ആരാന്നറിയോ? ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ട്, ആ കുഞ്ഞായിട്ട് ഈ അമ്മ നിർണയിക്കപ്പെട്ട ഒന്നേ അതിനകത്തുള്ളൂ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ആ മക്കൾ പദവിയിലേക്കൊന്ന് വരട്ടെ. കുഞ്ഞുങ്ങൾ എല്ലാവരും കരയുന്നതിനിടയ്ക്ക് മക്കൾ കരയുമ്പോൾ ആ കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിനെ മാത്രം എടുത്തുകൊണ്ട് പോകുന്ന അമ്മയെപ്പോലെ പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമായി കർത്താവ് ഇന്ന് കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. 2, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. 8 കുട്ടികൾ ഒരുപോലെ കരയുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന അമ്മയെപ്പോലെ നീയും ദൈവമായിട്ടുള്ള അഭേദ്യമായ വൈകാരികമായ ബന്ധം, ഇമോഷണൽ റിലേഷൻഷിപ്പ്, ആ ഫാദർ സൺ റിലേഷൻഷിപ്പ്, അതിനകത്ത് നിന്ന് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം പ്രതികൂലമാണെന്ന് തോന്നും, ഇതെല്ലാം എതിരാണെന്ന് തോന്നും. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പറയാം, ആത്യന്തികമായിട്ട് നീ പോകുന്ന പ്രതിസന്ധി, നീ പോകുന്ന വേദന, നീ പോകുന്ന കഷ്ടത, നിന്റെ ഒറ്റപ്പെടൽ, ഇത് ആത്യന്തികമായിട്ട് ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വിശ്വസിച്ചേ, ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആത്യന്തികമായി ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആത്യന്തികമായി കുഞ്ഞെ ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കുഞ്ഞെ നീ വിശ്വസിച്ച്, ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇത് നന്മയ്ക്കാണെന്ന് ഇയ്യോബ് അതേ ഒരിക്കൽ പറഞ്ഞു, ഞാൻ പൊന്നുപോലെ പുറത്തു വരേണ്ടതിന്, സർവശക്തന്റെ പരീക്ഷണമാണ്, പൊന്നുപോലെ പുറത്തു വരേണ്ടതിന്. എപ്പോൾ പരീക്ഷ വന്നാലും ആ പരീക്ഷ നിന്നെ തകർത്ത് കളയാനല്ല, നിന്നെ മുടിച്ചു കളയാനല്ല. അതെ, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ. നാം പാടാറില്ലേ, പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ. ഇയ്യോബ് പോയ പോലെ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി പോകുമ്പോൾ നിന്നെ തകർത്ത് കളയാനല്ല, മറിച്ച് നിന്നിലുള്ള ഏറ്റവും നല്ലതൊന്ന് പുറത്തു കൊണ്ടുവരാൻ, അന്തസത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ. ഒരു ശില്പ പണിക്കാരൻ ഒരു ശില്പം പണിയുമ്പോൾ ആ ശില്പത്തിൻ്റെ മൊനയും മൊത്തമൊക്കെ ഇടിച്ചു കളയുന്നത് അതിനെ, ആ പാറയെ പൊട്ടിച്ച് കളയാനല്ല, അതിനകത്ത് ഏറ്റവും നല്ല ഒരു ശില്പം പുറത്തു കൊണ്ടുവരാൻ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായി തിരിച്ചറിയാൻ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സർവ്വപേരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വചനം ജനത്തിന് കൈമാറുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ ജനത്തെ അങ്ങനെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവും, അതേ ഈ ഒറ്റപ്പെടലും ഈ വേദനയും ഈ സങ്കടവും, അതേ ഇതും എല്ലാം, ഈ പോകുന്ന വഴികൾ, ഈ സന്തോഷവും എല്ലാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു സാന്നിധ്യം കൊണ്ട് മറയ്ക്കും. യഹോവ കൂടിയിരിക്കും, തൃക്കരങ്ങളിൽ സമർപ്പിക്കും, അദൃശ്യ സാന്നിധ്യത്താൽ മറയ്ക്കും. കർത്താവ് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനമഹത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മൾ മറക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.